നാളെ ബർസഖിയായ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ, ഖബറിന്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ, നാളെ മുൻകർ നകീർ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ചോദ്യം ചോദിക്കുന്ന സമയമില്ലേ, ഖബറെടുക്കുന്ന സമയമില്ലേ? പെണ്ണേ, നിനക്ക് ആ സമയം നിന്റെ ആഗ്രഹം പൂവണിയണോ? പെണ്ണ് പറയുന്ന ഇല്ല ഇല്ല ഇല്ല, വേണ്ട, എനിക്ക് വേണ്ട. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന മോഹം മദീന മഹബൂബിൻ മദീന അനുരാഗം മദീന കനിവേകും മദീന മോഹം മദീന മഹബൂബിൻ മദീന അനുരാഗം മദീന കനിവേകും മദീന ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന തിരുനൂറെ കാണാത്ത കണ്ണെന്തിനാ സ്വരം കേൾക്കാത്ത കാതെന്തിനാ തിരുനൂറെ കാണാത്ത കണ്ണെന്തിനാ സ്വരം കേൾക്കാത്ത കാതെന്തിനാ തിരുപാദമേറ്റ മൺതരിയാവാ കഴിയാത്ത ഇവനെന്തൊരു ഹതഭാഗ്യനാ കഴിയാത്ത ഇവനെന്തൊരു ഹതഭാഗ്യനാ കാണാൻ കൊതിയേറെ അശേറും നുണ്ടേറെ കാണാൻ കൊതിയേറെ അശേറും നുണ്ടേറെ ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന. ഏറ്റവും ബഹുമാനപ്പെട്ട വേദിയിൽ ഉപസ്ഥരായിരിക്കുന്ന പണ്ഡിത മഹത്തുക്കളെ, ഉസ്താദുമാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, മറ്റു കാരണവന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ അബ്ദുറഹ്മാൻ വൈസി അവരുകളെ, അതുപോലെ തന്നെ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, കോടുപറമ്പ് മഹല്ല നടത്തുന്ന മജ്ലിസുന്നൂർ വാർഷികവും അതിനോടൊപ്പം നടത്തിവരുന്ന മതപ്രഭാഷണ പരിപാടിയുടെ ദിവസത്തിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്.
നമുക്കറിയാം കേരളത്തിന്റെ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പല കേന്ദ്രങ്ങളിലും പല ഗ്രാമങ്ങളിലും ഇന്ന് മജ്‌ലിസുൻ നൂർ എന്ന ആത്മീയമായ സംഗമം ഇന്ന് നടത്തി വരികയാണ്. ഇവിടെ ഒരു ആത്മീയമായ ഒരു അനുഭൂതി ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് സിതാവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ബദറിന്റെ രണാങ്കണത്തിൽ പോരാടിയ ഒരുപാട് സഹാബികളും അവരെ കുറിച്ച് അവരുടെ അവദാനങ്ങൾ പാടുകയും പുകഴ്ത്തുകയും ചെയ്യുകയാണ്. ഇവിടെ കണ്ണു കാണാത്തവർക്ക് കണ്ണു കാണുകയും ചെവി കേൾക്കാത്തവർക്ക് ചെവി കേൾക്കുകയും ഇങ്ങനെ ഒട്ടനവധി വേവലാതികളും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ ആത്മീയമായ സംഗമം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു ചെന്നില്ല. വലിയൊരു ആമുഖ പ്രഭാഷണത്തിലേക്ക് ഞാൻ കടന്നു ചെന്നില്ല. ചില അല്പം കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഈ വിനീതൻ വാക്കുകൾ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നവനൂറ്റാണ്ടിലാണ്, 21-ാം നൂറ്റാണ്ടിലാണ്. നമുക്കറിയാം ഇന്നത്തെ നവയുഗം വളരെയധികം മതപതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 6-ാം നൂറ്റാണ്ട് നമുക്കറിയാം പൂർവീകർ അഥവാ ഇരുണ്ടയുഗമെന്ന് വിശേഷിപ്പിച്ചിരുന്ന 6-ാം നൂറ്റാണ്ടിലേക്ക് സത്യദീനിന്റെ വെള്ളി വെളിച്ചവുമായി അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നുകൊണ്ട് ഒരു പെൺകുട്ടി ജനിച്ചാൽ ജീവനോടെ കുഴിച്ചുമൂടുന്ന ആ 6-ാം നൂറ്റാണ്ടിലേക്ക് സത്യത്തിന്റെ വെള്ളി വെളിച്ചവുമായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിട്ട് ആ പെൺകുഞ്ഞിന്റെ കൈ പിടിച്ചിട്ട് തന്റെ മകളോട് ചേർത്തുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ശാന്തല തീരത്തേക്ക് അവിടുന്ന് കൊണ്ടുവരികയാണ് ചെയ്തത്. അവരെ പ്രബോധനം ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ആ സമൂഹത്തെക്കാൾ ആ നൂറ്റാണ്ടിനേക്കാൾ വളരെയധികം മതപതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം തന്നെ പ്രസവിച്ച തന്റെ മാതാവിനെ ഇന്ന് അവരോടുള്ള കാരുണ്യത്തെ നമ്മൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. പിതാവിനോടുള്ള കാരുണ്യത്തെ നമ്മൾ മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലോ അന്യനാട്ടിലോ നമ്മുടെ സംസ്ഥാനങ്ങളിലോ ഈ ഇന്ത്യ മഹാഭാരതത്തില് ഈ കേരളത്തില് ഒരുപാട് വൃദ്ധസദനങ്ങൾ ഇന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോ സ്വന്തം ഉമ്മാന് സ്വന്തം മാതാവിന് അല്ലെങ്കിൽ സ്വന്തം പിതാവിന് വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയാക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. എവിടെ പോയി ഇന്നത്തെ മാതൃത്വം? എവിടെ പോയി എന്റെ പ്രിയപ്പെട്ടവരെ? മാതാവിനോടുള്ള കടമ, പിതാവിനോടുള്ള കടമ, മക്കളോടുള്ള കടമ, സന്താനങ്ങളോടുള്ള കടമ അത് ജീവിതത്തിൽ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ താൽക്കാലികമായ ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് നമ്മെ അയച്ചതാണ്. ഒരുപാട് സുഹൃതങ്ങൾ നൽകിയിട്ടുണ്ട്, ഒരുപാട് സമയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. പക്ഷേ ആ സമയങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാനോ സിതാവിന് വേണ്ടിയിട്ട് ജീവിക്കാനോ ഒരു മുഅ്മിനും ഇന്ന് തയ്യാറാകുന്നില്ല. എത്ര മാസങ്ങളാണ് കടന്നു പോകുന്നത്. റജബ് വന്നിരിക്കുന്നു എന്റെ ഉമ്മ, ശഅബാനിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ നമ്മളിലേക്ക് സമാഗതമാകാനിരിക്കുകയാണ്. ഇവിടെ റജബ് മാസം കടന്നു വന്നപ്പോ നമ്മളെപ്പോഴും ദുആ ചെയ്തതായിരുന്നു. അല്ലാഹുവിനോട് നമ്മൾ തേടാറുണ്ടായിരുന്നു. പഞ്ചനേരങ്ങളിൽ ഭജിച്ചിട്ട് റബ്ബിനോട് സിതാവിനോട് നമ്മൾ തേടാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഅനാ ശഹ്റ റമദാൻ. അല്ലാഹുവേ, റജബിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട ശഅബാനിലും അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ.
നൽകിയത് അല്ലാഹുവാണ്, കേൾക്കാൻ ചെവി നൽകിയതും അല്ലാഹുവാണ്. ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. പക്ഷേ ആ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടൊന്ന് ചിന്തിക്കാൻ എന്റെ മുഅ്മിനൊന്ന് തയ്യാറാകുന്നില്ല. ആ കാരുണ്യത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ ഓരോ മനുഷ്യനും എന്ന് തയ്യാറാകുന്നില്ല. മഗ്‌രിബിന്റെ ഓച്ചിന് എന്റെ ഉമ്മാമ്മമാർ, എന്റെ ഉപ്പാപ്പമാർ മഗ്‌രിബിന്റെ സമയത്ത്, മഗ്‌രിബിന്റെ സമയത്ത് അവിടുന്ന് തക്ബീർ ധ്വനികള്, ദിക്റിന്റെ ഓരോ മന്ത്രധ്വനികള്, തന്റെ തസ്ബീഹ് മാലയില് ഓരോ മുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മഗ്‌രിബിന്റെ സമയത്ത് ഒരു മുഅ്മിനിന്റെ, ഒരു ഉമ്മയുടെ വീടിന്റെ സന്നിധിയിലൂടെ കടന്നു ചെന്നാൽ എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, എന്റെ പെങ്ങൾ ഇന്ന് മറ്റുള്ള കാഫിര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, സിനിമാ നടിമാർക്ക് വേണ്ടിയിട്ട്, സിനിമാ നടന്മാർക്ക് വേണ്ടിയിട്ട് സീരിയലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവൾ എന്താണെന്നറിയാതെ അവൾ എന്ത് വായിക്കൊള്ളട്ടെ, അവർ കരയുമ്പോ നമ്മൾ കരയുകയാണ്, അവർ വേവലാതിപ്പെടുമ്പോ നമ്മളും വേവലാതിപ്പെടുകയാണ്. നമുക്ക് ടെൻഷനാണ് നമുക്ക്. അവരെന്തായാലും നമുക്ക് IAS ആകട്ടെ, IPS ആകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അവരങ്ങനെയും ജീവിച്ചു കൊള്ളട്ടെ. അത് അവരുടെ അഭിനയം, അവർക്ക് ലക്ഷങ്ങൾ അവിടുന്ന് വാരിക്കൊടുക്കാറുണ്ട്. നമ്മൾ അവരുടെ വേവലാതി കണ്ടിട്ടല്ല നമ്മൾ കരയേണ്ടത്, അവരുടെ കണ്ണുനീര് കണ്ടിട്ടല്ല നമ്മൾ കരയേണ്ടത്. ജീവിതം നൽകിയ റബ്ബ്, ജീവിതത്തിൽ അനുഗ്രഹം നൽകിയ റബ്ബ്, കാരുണ്യം നൽകിയ റബ്ബ്, വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞതെന്ത്? അല്ലാഹു കാരുണ്യമാണ്. അതുകൊണ്ടാണ് എന്റെ പെങ്ങളെ ഈ ആത്മീയമായ സംഗമത്തിലേക്ക് കടന്നു വരാൻ താങ്കൾക്ക് സാധിച്ചത്, താങ്കൾക്ക് ഇതിലേക്ക് വന്നിരിക്കാനും സാധിച്ചത് നൽകിയ അനുഗ്രഹമല്ലേ? ആലോചിച്ചു നോക്കൂ. പ്രപഞ്ചത്തിലെ വിസ്മയങ്ങൾ കാണാൻ നമുക്ക് കഴിയുന്നു, പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങൾ കാണാൻ നമുക്ക് കഴിയുന്നു. കണ്ണില്ലാതെ വന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? കേൾക്കാൻ ചെവിയില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നടക്കാൻ കാലില്ലാതെ വന്നാൽ എന്താണ് പെങ്ങളെ നമ്മുടെ അവസ്ഥ? പാചകം ചെയ്യാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകൾ നൽകിയിട്ടില്ലെങ്കിൽ എന്താണ് നമ്മുടെ അവസ്ഥ? ഓർത്ത് നോക്കണ്ട മുഅ്മിനേ, ചിന്തിക്കും മുഅ്മിനേ, ചിന്തിക്കും മുഅ്മിനേ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്നേഹം, എല്ലാവരോടും കാരുണ്യം, എല്ലാ ആളുകളോടും, ഹിന്ദു മതമാകട്ടെ, ക്രൈസ്തവ മതമാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ എന്റെ പെങ്ങളെ, അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിൽ നീ വെച്ചതിൽ നിന്ന് ഒരല്പമെങ്കിലും നിന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് നൽകണമെന്ന് ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എവിടെ പോയി നമ്മളുടെ ഈ സംസ്കാരം, ഈ പൈതൃകം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിന്റെ, ഈ ഭാരതാംബയുടെ ഈ പൈതൃകം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാട്ടില് അന്യന്റെ വീട്ടിലേക്ക് നമ്മൾ കൈനീട്ടാറുണ്ടായിരുന്നു പണ്ടുള്ള കാലങ്ങളില്. രോഗം വന്നാലും രാധാമണി ചേച്ചി കടന്നു വരുമത്രേ, രോഗമാണ്, എനിക്ക് സുഖമില്ല. നമ്മൾ നേരെ നമ്മുടെ വീട്ടിന്റെ മുമ്പിലിരിക്കുന്ന കാറെടുത്തിട്ട് അല്ലെങ്കിൽ വാഹനമെടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക്, ഹോസ്പിറ്റലിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാറുണ്ട്. ആ പൈതൃകം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റസൂല് പറഞ്ഞതെന്താ? നീ പാചകം ചെയ്തതിൽ നിന്ന് കുറച്ചാണെങ്കിൽ എന്റെ പെങ്ങളെ നീ അതിന് വെള്ളം ചേർത്തിട്ട്, ജലം ചേർത്തിട്ട്, വെള്ളം ചേർത്തിട്ട് നീ അല്പം നിന്റെ അയൽവാസിക്ക് കൊടുക്കണേ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അന്യമതസ്ഥരെന്നല്ല, എല്ലാവരോടും സ്നേഹമാണ്, ആർദ്രതയാണ്, എല്ലാവരോടും സാന്ത്വനത്തിന്റെ പാട്ട്, സാന്ത്വനത്തിന്റെ വാക്കുകളാണ് നമ്മൾ സംസാരിക്കേണ്ടത്, അവരോട് പറയേണ്ടത്. അല്ലാതെ ഇവിടെ തമ്മിലടിക്കേണ്ടതല്ല. ഹിന്ദു മതമാകട്ടെ, ക്രൈസ്തവ മതമാകട്ടെ, ഏത് മതമാകട്ടെ, എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും ഐക്യം, എല്ലാവരോടും സാന്ത്വനത്തിന്റെ, കാരുണ്യത്തിന്റെ വാക്കുകൾ പറയണേ സാദിഖേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നില്ലേ? അസ്മാ ബീവി നബി തങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അസ്മാ ബീവിയോട് ചോദിച്ചു, നബിയെ, എന്റെ ഉമ്മ
സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേട്ടോ മുന്നോട്ടിറങ്ങിയ മുഹമ്മദ് ചിന്നയെ പോലോത്ത സൗഖ്യതലി ചിന്നയെ പോലോത്ത പമ്പുറം തങ്ങളെ പോലോത്ത വെളിയങ്ങോട് കാസിയെ പോലോത്ത ഒരുപാട് 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 ആളുകള് നേതാക്കന്മാർ ഇന്ത്യയുടെ മഹാഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേട്ടോ മുന്നിട്ടിറങ്ങിയപ്പോ ഹിന്ദു മതമുണ്ടായിരുന്നു, ക്രൈസ്തവ മതമുണ്ടായിരുന്നു, സിഖ് ഉണ്ടായിരുന്നു, ബുദ്ധമുണ്ടായിരുന്നു. എല്ലാവരും തോളോട് തോൾ ചേർന്നുകൊണ്ട് ജീവിച്ചിരുന്ന ഇന്ത്യ മഹാരാജ്യത്തില് എന്തേ പെങ്ങളെ കാസർഗോഡിന്റെ മണ്ണിൽ എന്തിനാണ് ഒരു മുസ്ലിംകാരുടെ കഴുത്തിലേക്ക് കത്തിവെച്ചപ്പോ ഇവിടെ ഭാരതത്തിന്റെ പൈതൃകമാണ് നഷ്ടപ്പെട്ടത്, അത് ഇന്ത്യയുടെ പൈതൃകമാണ് നഷ്ടപ്പെട്ടത്, അത് ഈ സംസ്ഥാനത്തിന്റെ പൈതൃകമാണ് നഷ്ടപ്പെട്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരോടും കാരുണ്യ, എല്ലാ ആളുകളോടും കാരുണ്യ, സ്നേഹത്തോടു കൂടി പെരുമാറലാണ് നമ്മുടെ ഇടയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആണ് നമ്മൾ ചെയ്യേണ്ടത്. കാരുണ്യം നമുക്ക് ഒരുപാട്, നമ്മുടെ സഹോദരനാകട്ടെ ആരുമായി കൊള്ളട്ടെ, അവരോട് ഒരുപാട് കാരുണ്യത്തോടു കൂടി നമ്മൾ പ്രവർത്തിച്ചാൽ അല്ലാഹു കാരുണ്യം ഇറക്കി തരുന്നതാണ്. ഇതല്ലേ മുസ്തഫ നബി തങ്ങൾ പറഞ്ഞത്, യഅലമു മൻ ഫിൽ അർദി വയർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കേ, എന്നാൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്ന് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ ഉറക്കെ സദിഖേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞു തന്നത് ഇതാണ്. ഇന്നെ പ്രിയപ്പെട്ടവരെ, സ്മാർട്ട് ഫോൺ കടന്നു വന്ന ഈ നവനൂറ്റാണ്ട്, സ്മാർട്ട് ഫോണുകൾ അധികരിച്ചു വരുന്ന നവനൂറ്റാണ്ട്, ജനിച്ചു വീഴുന്ന ഒരു പെൺകുഞ്ഞാകട്ടെ അല്ലെങ്കിൽ ആൺകുഞ്ഞാകട്ടെ ആരുമായി കൊള്ളട്ടെ, അവര് വേണ്ടത് സ്മാർട്ട് ഫോൺ. 3 വയസ്സുള്ള കുഞ്ഞിന് വേണ്ടത് സ്മാർട്ട് ഫോൺ, 4 വയസ്സുള്ള കുഞ്ഞുമോന് വേണ്ടത് സ്മാർട്ട് ഫോൺ. ഇന്നെവിടെ പോയി ചോക്ലേറ്റിന്റെ കാലം, ഇന്നെവിടെ പോയി ഒരു 50 പൈസയുടെ മിഠായിക്ക് വേണ്ടി കേട്ടോ ഉപ്പയോട് കെഞ്ചുന്ന ഓരോ പിഞ്ചു കുഞ്ഞിനും ഇന്ന് ജനിച്ചു വീഴുമ്പോഴേ സ്മാർട്ട് ഫോൺ കയ്യിലേക്ക് കൊടുത്തിട്ട് മക്കളെ വഴിതെറ്റിക്കുന്നത് ഇന്ന് മാതാപിതാക്കളാണ്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടില് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് കോളേജുകൾ, അറബി കോളേജുകൾ, ദറസുകൾ ഒരുപാടുണ്ട്. പക്ഷെ അതിലേക്കൊന്നും നമ്മുടെ മക്കളെ നമ്മൾ വിടാറില്ല. ഇൽമാണ് നമുക്ക് വേണ്ടത്, ലക്ഷങ്ങൾ വാങ്ങിക്കൂട്ടലല്ല. നമ്മുടെ മക്കളെ വഴിപിഴച്ചു കൊണ്ട് പോകാൻ പാടില്ല. അങ്ങനെ ഒരു കാളയെ കയറ് അയച്ചു വിട്ടതുപോലെ വിടാൻ പാടില്ല. നമ്മുടെ മക്കളെ നാം എങ്ങനെ വളർത്തണമെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. നാം പറഞ്ഞു വരുന്നത് ഇന്ന് സ്മാർട്ട് ഫോൺ, ഇന്നത്തെ യുവാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി അങ്ങോട്ട് നോക്കുമ്പോ എല്ലാ വിഷയങ്ങളിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിലാണ്, ട്വിറ്ററിലാണ്, വാട്സപ്പിലാണ്, ഫേസ്ബുക്കിലാണ്, ഇന്റർനെറ്റിന്റെ മാസ്മരികമായ ലോകത്തേക്ക് കടന്നു ചെല്ലുന്ന യുവാക്കളെയും യുവതികളെയും കണ്ടുവരുമ്പോ എവിടെ പോയി അന്യന്റെ വീട്ടില്, അതല്ലെങ്കിൽ തന്റെ അയൽവാസിയുടെ വീട്ടിന്റെ ഉള്ളിൽ കാക്കുന്ന ഒരു സുബൈറാകട്ടെ, റമേശനാകട്ടെ, ആരുമായി കൊള്ളട്ടെ, ജോസഫ് ആകട്ടെ, അവന് ക്യാൻസർ വന്നാൽ ഇവൻ അറിയുന്നത് തൊട്ടടുത്ത് വീട്ടിൽ ക്യാൻസർ ഉള്ള ഒരു സഹോദരനുണ്ട്, സഹോദരിയുണ്ട്. പക്ഷേ ഇവൻ അറിയുന്നത് വാട്സപ്പിലാണ്, ഇന്റർനെറ്റിലാണ്. ഇവർ അറിയുന്നത് തൊട്ടടുത്തുള്ളവന്റെ രോഗമുണ്ടാകുന്ന പോലും അറിയാത്ത കാലഘട്ടമാണ് കടന്നു വരുന്നത്. അത് വാട്സപ്പിലൂടെ, അതെല്ലാം ഇന്റർനെറ്റിന്റെ മാസ്മരികമായ ലോകത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഇവിടെ പെങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ചിന്തയില്ല, സഹോദരനെ കുറിച്ചിട്ട് ചിന്തയില്ല. സ്വന്തം വീട്ടിലുണ്ടായിരിക്കുന്ന പെങ്ങൾ കണ്ടിട്ട് കുറെ കാലമായി. കാരണം എന്താ? ജോലിക്ക് പോകുമ്പോഴും സ്മാർട്ട് ഫോൺ, ജോലി കഴിഞ്ഞാലോ പിന്നെയും സ്മാർട്ട് ഫോൺ. എല്ലാം ഇത് തന്നെയാണ് നടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെന്ന് ആലോചിച്ചു നോക്കൂ, എന്റെ പ്രിയപ്പെട്ടവരെന്ന് ചിന്തിച്ചു നോക്കൂ. സ്വന്തം പെങ്ങളുടെ മുഖത്ത് നോക്കാൻ പോലും നമുക്ക് സമയമില്ല. എന്ത് പറഞ്ഞാലും നമുക്ക് സമയമില്ല. നിസ്കരിക്കാൻ പള്ളിയിൽ നിന്ന്, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് കേട്ടാൽ എനിക്ക് സമയമില്ല. ആരാധന
അത് ചെയ്യാൻ എനിക്ക് സമയമില്ല. ദിക്റിന്റെ മജ്‌ലിസുകൾ നമ്മുടെ നാട്ടില് കടന്നു വരുമ്പോ ഓരോ ആത്മീയമായ സംഗമങ്ങൾ ഉണ്ടാകുമ്പോ അതിൽ പങ്കെടുക്കാനും എനിക്ക് സമയമില്ല. ജോലി ചെയ്ത ക്ഷീണമാണ്, അതുകൊണ്ട് എനിക്ക് പോകാൻ കഴിയില്ല. ഭാര്യയോട് പറയും, ഭാര്യ നീ പോയിക്കോ, എനിക്ക് പോകാൻ സമയമില്ല. എന്തിനും നമുക്ക് സമയമില്ല, എന്തിനും നമുക്ക് സമയമില്ല. ഇത് തന്നെയാണ്, എന്ത് ചോദിച്ചാലും നമുക്ക് സമയമില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയല്. പക്ഷേ അസ്രായീൽ കടന്നു വരുന്ന എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. നമ്മളെപ്പോഴാ ജീവിതത്തിന് ഒരു അവസാനം, ഒരു ഒടുക്കമുണ്ടാകുമല്ലോ. മരിക്കണം, മരണം എന്തായാലും ഉണ്ടാകും. പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്കൂ, മരണം എന്തായാലും ഉണ്ടാകും. മരണം ഉണ്ടാകാനുള്ള ഒരു കാരണം, മരണം ഉണ്ടാകാനുള്ള ഒരു കാരണം ജനിച്ചു എന്നുള്ളതാണ്. ജനിച്ചോ മരണം, അത് ഉറപ്പാണ്. മരണമില്ല, എല്ലാ ആളുകളും ഇന്ന് മരിച്ചല്ലോ. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു, ഒരുപാട് മഹത്തുക്കളായ ആളുകൾ, ഒരുപാട് ശാസ്ത്രജ്ഞന്മാര്, ഐസക് ന്യൂട്ടനെ പോലത്തെ നമുക്കറിയാം. ഒരുപാട് ആളുകൾ അവർക്ക് തന്റെ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട്, തന്റെ ബുദ്ധി വൈഭവം കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അവരും ഇന്നില്ല. അവരെല്ലാം മണ്ണിലാണ്. അതുകൊണ്ട് നമ്മളും പോകേണ്ടവരാണ്. നമ്മള് നാളെ ആരുടെ മണ്ണിലേക്ക് നമ്മൾ കിടക്കേണ്ടവരാണ്. ആ വീട്ടിൽ പോയി ഉറങ്ങേണ്ടവരാണെന്ന് നമ്മളും ചിന്തിക്കേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ നമുക്കറിയാം, ഒരു കവി പാടുകയാണ്. സമർത്ഥനായ സീസറോ, പ്രഗൽഭനായ ഹോമറോ, സമർത്ഥമേറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരോ അമർന്നു പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്ക് പിന്നെ ശങ്കുമൊറ്റുമൊന്നുമില്ലതിൽ. സമർത്ഥനായ സീസറും പ്രഗൽഭനായ ഹോമറും സമർത്ഥമേറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരോ അമർന്നു പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്ക് പിന്നെ ശങ്കുമൊറ്റുമൊന്നുമില്ലതിൽ. എല്ലാവരും പിരിയുന്നു, എല്ലാവരും പോകുന്നു. ദുനിയാവിനോട് ചർച്ച പറഞ്ഞിട്ട് 3 കഷ്ടം തുണിയിൽ ചുറ്റിയിട്ട പള്ളിക്കാട്ടിന്റെ ആ പള്ളിക്കാട്ടിലേക്ക് എല്ലാവരും കൊണ്ടുപോവുകയാണ്. ആരുടെ മണ്ണിലേക്ക് നമ്മളെ കൊണ്ടുപോയി ആക്കുകയാണ്. ആരാരുമില്ല. ഇന്നലെ നമ്മള് പട്ടുവെച്ചയിൽ കടന്നവനെയാണ്. പക്ഷേ ആ മണ്ണിലേക്ക് വലത് കവിള് വെച്ചുകൊണ്ട് നമ്മൾ കിടക്കേണ്ടത് അത് നാളെയാണ്. പെങ്ങളെ, അത് നാളെ ആയിരിക്കാം, അത് ഇന്നായിരിക്കാം, ആർക്കറിയാം. കാലങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്, സമയങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. കേരളത്തിന്റെ ജ്ഞാനപീഠമെന്ന് അറിയപ്പെട്ടിരുന്ന ശ്രീ ശങ്കരക്കുറുപ്പിന്റെ വാക്കുകളിലൂടെ നമ്മളൊന്ന് കടന്നു ചെന്നാൽ അദ്ദേഹം പറയുന്ന ഒരേ ഒരു കാര്യമാണ്, കാലം വരുമ്പത് പോകും. വിഷു വരോ, തിരുവോണം വരോ, ഓരോ പൂവിനും കൈവരോ, എല്ലാം ഉണ്ടാകുന്നു. ഹേമം വരോ, ഋതു വരോ, അതുപോലെ തന്നെ തണുപ്പ് കാലം വരോ, വെയിൽക്കാലം വരോ, കുളിരുള്ള കാലങ്ങൾ കടന്നു വന്നിട്ട് അതെല്ലാം കടന്നു ചെല്ലുന്നതാണ് മാമ്പഴക്കാലം കടന്നു വന്നത്. ഓരോ പഴങ്ങൾക്കും ഓരോ സീസണാണ്, ഓരോ കാലങ്ങളും ഓരോ രീതിയിലാണ്. എന്നാൽ ഇതെല്ലാം നമ്മോട് ചർച്ച പറഞ്ഞു പോകുമ്പോഴോ പിന്നിലേക്ക് ചിന്തിക്കണേ, പിന്നിലേക്കൊന്ന് ചിന്തിച്ചു നോക്കും. ഇത്രയും 60, 70, 40, 50 വയസ്സായിട്ട് ഒരു ആരാധന വിഷയുടെ യാമങ്ങളില് അല്ലാഹുവിനെ കുറിച്ചിട്ട്, സിതാവിനെ കുറിച്ചിട്ട് റബ്ബിനോടൊന്ന് തേടാൻ നമുക്ക് കഴിയാതെ വന്നു. ആലോചിച്ച് നോക്കൂ, റജബ് വന്നിട്ട് എത്ര പേരെന്ന് യഥാക്രമം 5 വഖ്ത് നിസ്കരിച്ചു. നാം തന്നെ നമ്മുടെ നഫ്സിനോടൊന്ന് ചോദിച്ചു നോക്കൂ. റജബ് മാസം കടന്നു വന്നതാണ്. റജബിന്റെ പവിത്രത ഞാനിത് പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാം. റജബും പിരിഞ്ഞുപോയി ഷാബാന്റെ ആദ്യത്തില് പള്ളിയുടെ വികാരങ്ങളിൽ നിന്ന് പള്ളിയുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് ഒരുപാട് നമ്മുടെ ആലിമാർ, നമ്മുടെ ഉസ്താദുമാരെല്ലാം പ്രസംഗിച്ചതാണ്. റജബിനെ കുറിച്ച്
കുറിച്ചും ശഅബാനിനെ കുറിച്ചിട്ടും പക്ഷേ നമുക്കൊന്ന് ചിന്തിച്ചോ, അത് പ്രസംഗിക്കുമ്പോ അവർ പറയുമ്പോ ഒരു ചിന്തയുണ്ടാകും. പിന്നെ അത് കഴിഞ്ഞാല് വലത് ചെവിയിൽ കേട്ടുകൊണ്ട് ഇടത് ചെവിയിൽ കൂടി വിടുന്ന ഒരു അവസ്ഥയാണ്. അല്ല നമുക്ക് വേണ്ടത്, അത് കൽബിൽ ഉറച്ചുകൊണ്ട് ഈമാൻ കൽബിൽ ഉറപ്പിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. നല്ലൊരു മാസമാണ് കടന്നു വരാനിരിക്കുന്നത്, പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ. അതുകൊണ്ട് എന്റെ പെങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊരു താൽക്കാലികമായ ജീവിതമാണ് ഈ ദുനിയാവിലെ ആഡംബരങ്ങളും ആഭാസങ്ങളോ ദുനിയാവിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കല്ല. ദുനിയാവ് നമുക്ക് ശാശ്വതമല്ല. ദുനിയാവ് അഥവാ ശാശ്വതമാകുമായിരുന്നുവെങ്കിൽ അത് ശഫീഉൽ വറാ മാത്രമേ ദുനിയാവ് ശാശ്വതമാകുമായിരുന്നുവെങ്കിൽ ബിദങ്ങൾക്ക് മാത്രമേ ശാശ്വതമാകൂവെന്ന് അവിടുന്ന് പറയുകയുണ്ടായി. കൊണ്ട് ദുനിയാവ് നമുക്ക് ശാശ്വതമല്ല. ഒരുപാട് ആഡംബര കാറുകൾ വാങ്ങിയിട്ട് ഒരുപാട് മണിമേളകൾ നമ്മൾ നിർമ്മിച്ചിട്ട് എന്ത് കാര്യമാ? മരിച്ചാലോ നമ്മളത് കൊണ്ടുപോകുന്നില്ല. പരലോകത്തോ ഗുണമില്ല, ബറസിയായ ജീവിതത്തിലോ നമുക്ക് ഗുണമില്ല. നമ്മൾ നേടിയ നന്മ മാത്രമേ നമുക്ക് കൂട്ടുകാരനായിട്ട് നാളെ ബറസിയായ ജീവിതത്തിൽ ഉണ്ടാകുള്ളൂ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ബറസിയായ ജീവിതത്തെ നല്ല രീതിയിൽ നേരിടാനും സ്വർഗത്തിന്റെ ആരാമത്തിലേക്ക് നമുക്ക് പാറിപ്പറക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവർത്തകർ നിങ്ങളുടെ അടുക്കലേക്ക് ഭക്തിയുമായി കടന്നു വന്നിട്ടുണ്ടാകും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും അതിലേക്ക് അകമടിഞ്ഞുകൊണ്ട് സഹായിക്കുക. റഹ്മാനായ തമ്പുരാൻ നമ്മുടെ സംഭാവന അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട ഒരുപാട് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ഖബർ അല്ലാഹു സുബ്ഹാനഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് സ്വർഗ്ഗപൂമ്പാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ആയുസ്സും ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ക്യാൻസറിനെ തൊട്ട് ട്യൂമറിനെ തൊട്ട് മാരകമായ രോഗത്തെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കട്ടെ. വല്ല രോഗവും നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും റഹ്മാനായ റബ്ബേ, ഞാൻ ഈ ആത്മീയമായ സംഗമത്തിൽ നൽകുന്ന ഈ സദഖ, ഈ സംഭാവന റഹ്മാനേ ഇതിന്റെ ഫളിൽ കൊണ്ട് റഹ്മാനേ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ തമ്പുരാനെ, നീ ശിഫയാക്കണേ തമ്പുരാനെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ സംഭാവന സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറയാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, അതൊക്കെ ഒരുപാട് 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 ഘട്ടങ്ങൾ നമ്മൾ കടന്നു ചെല്ലേണ്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ കാരുണ്യം നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. കരുണ നമുക്ക് വേണ്ടതുണ്ട്. സ്വന്തം ഉമ്മാനെ, സ്വന്തം പറ്റുമാനെ നമ്മൾ വലിച്ചെറിയാതെ, പിതാവിനെയും വലിച്ചെറിയാതെ എല്ലാവരോടും നല്ല നന്മ, ആരാധന, നിസ്കാരങ്ങള്, സ്വലാത്തുകള്, ആത്മീയമായ സംഗമങ്ങളെല്ലാം നമ്മൾ പങ്കെടുക്കാം. നമ്മുടെ വേവലാതികൾ അല്ലാഹുവിനോടല്ലാതെ പിന്നെ ആരോടാ നമ്മൾ ചോദിക്കുക? നമ്മുടെ വിഷമങ്ങൾ മാറ്റിത്തരേണ്ടതാരാ? വിഷമങ്ങള് ഒരുപാട് രോഗങ്ങൾ നൽകിയാൽ അല്ലാഹുവാണെങ്കിൽ അത് അല്ലാഹു തന്നെ മാറ്റിത്തരില്ലേ? നമുക്ക് ആ തഖ്വയില്ലാതെ പോയിരിക്കുകയാണ്. പണ്ടുള്ള ഉപ്പമാരും ഉപ്പാപ്പമാരെല്ലാം അവരെല്ലാം ജീവിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും. ഇന്നത്തെ പോക്ക് ഇന്നത്തെ യുവാക്കളാണ്. ആദ്യമായി പറയട്ടെ, ഇന്നത്തെ യുവാക്കള്, യുവതികൾ, ഇന്നത്തെ ഓരോരുത്തരുടെ ഓരോ വസ്ത്രങ്ങൾ നമ്മൾ കണ്ടു നോക്കിയാൽ സുബ്ഹാനല്ലാഹ് നമ്മൾ അമ്പരന്ന് പോകും. ഓരോ പട്ടണങ്ങൾ, മലപ്പുറത്തിന്റെ പട്ടണത്തിലൂടെ നിങ്ങളൊന്ന് രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ പോകാറുണ്ട്. വീട്ടിലേക്ക് സാധനം വാങ്ങാൻ, കച്ചവടം ചെയ്യാൻ നിങ്ങൾ പോകാറുണ്ട്, ബിസിനസ് നടത്താൻ നിങ്ങൾ പോകാറുണ്ട്. പക്ഷേ ഒരു മുസ്ലിമായ, ഒരു മുസ്ലിമച്ചായ ഒരു വനിത അല്ലെങ്കിൽ ഒരു പെണ്ണ് അവിടുന്ന് തന്റെ വസ്ത്രം ധരിച്ചിരിക്കുന്നത് ഫർദയല്ല. നിങ്ങളെ ഫർദയല്ല. രാവിലെ സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് വീട്ടിന്റെ അകത്തായി നിന്ന് ഇറങ്ങി പോകുന്ന പെണ്ണിനോട് ഓരോ ഉപ്പയും ചോദിക്കാറുണ്ട്, പൊന്നുമോളെ പൊന്നുമോളെ
അനുഗ്രഹിക്കുമത്രേ, സുഹൃതങ്ങൾ നൽകിയില്ലേ. പക്ഷേ ആ സുഹൃതങ്ങളില് എനിക്ക് വേണ്ടി കിട്ട ആരാധനയോട് തന്നെ ചിന്തിച്ചുകൊണ്ട് നീ ജീവിതം മുന്നോട്ട് നീക്കിയോ. പക്ഷേ നമ്മുടെ മക്കൾ പറയുമത്രേ, ഇല്ല അല്ലാ, ഇല്ല റബ്ബേ, എനിക്ക് ജീവിതമുണ്ടായിട്ട് നിനക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കാൻ കഴിയാതെ വന്നുപോയി റബ്ബേ. അല്ലാഹു ചോദിക്കുമ്പോ
ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്താൻ എന്തിനാണ് പെങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് നാളെ ഖബറിന്റെ ആഴത്തിലേക്ക് നിന്നെ കൊണ്ടുപോയി വെച്ചിട്ട് ആരാരും ഉണ്ടാകില്ല. നിന്നെ പ്രേരിപ്പിക്കുന്ന നിന്റെ കൂട്ടുകാരില്ല, ഫ്രണ്ട്സില്ല, ആരാരുമില്ലാത്ത ഖബറിന്റെ ഉള്ളിലേക്ക് നിന്നെ കൊണ്ടുപോയിട്ട് നീ ഇന്നലെ വിനസപ്പെടുത്തിയ നിന്റെ കവിള് അവിടുന്ന് മണ്ണോട് ചേർത്ത് വെക്കുമ്പോ സുബഹാനല്ലാഹ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സുഹൃത്തങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലോ ആ സുഹൃത്തങ്ങൾ നിനക്ക് വേണ്ടിയിട്ടല്ലാതെ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നത്. നിസ്കരിക്കാതെ ഇനി ഞാൻ ജീവിക്കില്ല, ആരാധനയില്ലാതെ ഇനി ഞാൻ ജീവിക്കില്ല എന്നൊരു വാക്ക് എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. നമുക്ക് തൗഫീഖ് നൽകട്ടെ, നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നിട്ടോ നമ്മളിങ്ങനെ ജീവിക്കുന്നു. ഓരോ പെണ്ണും ഓരോ പ്രവാസിയുടെ അവസ്ഥ എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ? ഇത് പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓരോ പ്രവാസിയുടെയും അവസ്ഥ. പ്രവാസ ലോകത്തേക്ക് കടന്നു ചെല്ലുന്നു, പല രാജ്യത്തേക്കും കടന്നു ചെന്നിട്ട് ചോര നീരാക്കിയിട്ട് പണമെടുത്തിട്ട് തന്റെ നാട്ടിലേക്ക് അയക്കുകയാണ്, ഭാര്യക്ക് അയക്കുകയാണ്. പണ്ടെല്ലാം ഉണ്ടായിരുന്ന ഒരു കത്ത് അല്ലേ? പണ്ടത്തെ പ്രവാസികൾക്കറിയാം. പണ്ടത്തെ പ്രവാസികൾ ഇവിടെ ഉണ്ടാകില്ലേ? ഉണ്ടാകാതിരിക്കില്ല, ഉണ്ടാകില്ല മനുഷ്യന്മാരെ, ഉണ്ടാകുമല്ലേ? പണ്ടത്തെ പ്രവാസികൾ ഉണ്ടാകും. അവർ കത്തയക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങൾ എന്താ പറയാന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലെ കത്തയക്കുക ഓരോ കാര്യങ്ങളാണ്. എന്നാലും നമ്മൾ അങ്ങോട്ട് കത്തയക്കും. ഇവിടുന്ന് ഒരു ഭാര്യ ഒരു കത്തില് അവളോട് വിഷമങ്ങളും അവരുടെ സന്തോഷം അറിയാനായിരിക്കും ഭർത്താവ് ഇവിടുന്ന് കത്തയക്കുന്നത്. പക്ഷെ ഭാര്യ ഒരു പേജ് അല്ലെങ്കിൽ 2 പേജ് അവിടുന്ന് എഴുതുന്നത് തന്നെ ഓട്ടോറിക്ഷക്ക് ഇന്ന പൈസ, എന്റെ മകന് സ്കൂളിൽ പഠിക്കാൻ ഇന്ന പൈസ, അങ്ങനെ ഓരോന്നായി പറഞ്ഞിട്ട് നമ്മൾ ഇന്നൊക്കെ പിന്നെ മൊബൈലും അതുപോലെ തന്നെ ഓരോ സാങ്കേതിക വിദ്യകൾ കണ്ടുകൊണ്ട് സംസാരിക്കാം. സ്കൈപ്പും അതുപോലെ തന്നെ IMOയോ എന്തല്ലോ സോഷ്യൽ മീഡിയകൾ ഇന്ന് മുന്നോട്ട് കടന്നു വന്നപ്പോ പിന്നെ കണ്ട് സംസാരിക്കാം. ഈ ഇത്തരം അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രവാസ ലോകത്ത് അവിടുന്ന് ചോര നീരാക്കിയിട്ട് പണമെടുത്തിട്ട് നാട്ടിലേക്ക് അയക്കുമ്പോ ഭാര്യ അന്യന്റെ കൂടെ ഒളിച്ചോടി പോവുകയാണ്. അന്യന്റെ കൂടെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് കടന്നു ചെല്ലുകയാണ്. ഇവിടെ മക്കൾ എന്തെന്നറിയുന്നു, സന്താനങ്ങൾ എന്തെന്നറിയുന്നു. ഇവരെ നാട്ടിൽ നിന്ന് സന്തോഷത്തോടെ ഫ്ലൈറ്റ് കയറിയിട്ട് നാട്ടിലേക്ക് കടന്നു വരുമ്പോ എവിടെ പോയി ഭാര്യയെ കാണാനില്ല. കേരളത്തിൽ സംഭവിച്ച ഒരേ ഒരു കാര്യമുണ്ട്, ഞാനത് വിശദീകരിക്കില്ല, അവിടെ സമയമില്ല. അത് ഞാൻ ഒന്ന് പറഞ്ഞു പോകട്ടെ. ഒരു പ്രവാസി ഒരു കുഞ്ഞു മോളുണ്ട്, ഒരു ഭാര്യയുണ്ട്. എന്നാൽ ഈ പ്രവാസി വലിയ ആളൊക്കെയാണ്, ബിസിനസ് ഒക്കെയാണ്. എന്നാൽ ഇടക്കൊക്കെ 6 മാസം കൂടുമ്പോ വരാറുണ്ട്. 6 മാസം കൂടുമ്പോ ഇങ്ങനെ നാട്ടിലേക്കൊക്കെ വരാറുണ്ട്. പക്ഷെ അങ്ങനെ വിളിക്കാറുമുണ്ട്. ഭാര്യയുണ്ട്, ഒരു മകളുമുണ്ട്. എന്നാൽ ഈ മകള് വലുതായിട്ട് ഈ മകളെ പഠിപ്പിക്കാൻ കുഞ്ഞുനാളിലെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക, അതാണല്ലോ നമ്മുടെ അവസ്ഥ. കുഞ്ഞു മക്കളെ ആദ്യം നമ്മൾ കൊണ്ടുപോയി ആക്കുന്നത് നേരെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോയി ആക്കുന്നത്. മദ്രസ നമുക്ക് 5 കഴിഞ്ഞാൽ പിന്നെ പോകണ്ട, 7 കഴിഞ്ഞാൽ പിന്നെ നീ പോകണ്ട, 10 കഴിഞ്ഞാൽ നീ പിന്നെ പോകണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മക്കളെ നമ്മൾ നാശമാക്കുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ഓർക്കേണ്ടത്, ഇന്ന് കുഞ്ഞുനാളിലെ നമ്മുടെ മക്കളെ കൊണ്ടുപോയി ആക്കുന്നത് ഇംഗ്ലീഷ് മീഡിയമാണ്. ഒട്ടുപൊട്ടും തിരിയാതെ കുഞ്ഞുമോനോ ഉമ്മ എന്ന് വിളിക്കാൻ നേരം ഉണ്ടാവില്ല, അപ്പോഴേക്കും നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക്. പിന്നെ എങ്ങനെയാണ് ഇന്നത്തെ മക്കൾ മമ്മിയും ഡാഡിയൊക്കെ വിളിക്കുക? നോക്ക്, ഇന്ന് പിന്നെ മക്കൾ എങ്ങനെയാണ് മമ്മി ഡാഡി എന്ന് വിളിക്കാതിരിക്കുക? ഇന്ന് മമ്മിയാണ് ഡാഡിയാണ് അങ്കിളായി മാറി വാപ്പയൊക്കെ. ഇത്തരം അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ടുപോയി. അതല്ല വേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത്,
എന്താണ് അവസ്ഥ? സഹോദരിമാരുടെ അവസ്ഥ ഇത് തന്നെയാണ്. പണ്ടൊരു കഥ ഉണ്ടായിരുന്നു, സംഭവിച്ചത് തന്നെയാണ്. ഫേസ്ബുക്കില് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം കേൾക്കുന്നതും ഞാൻ പറയുന്നതും ഒരു അമരായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ നീട്ടിക്കൊണ്ടു പോവുകയല്ല. ഫേസ്ബുക്കില് ഒരു പ്രൊഫൈൽ പിക്ചർ കണ്ടിട്ട് സ്നേഹിച്ചതാണ്. അങ്ങോട്ടും കൂടി മെസ്സേജ് അയച്ചു, തന്റെ പ്രണയകാവ്യങ്ങൾ അങ്ങോട്ട് അയച്ചു, ഇങ്ങോട്ട് അയച്ചു. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരിക്കല് ഈ സഹോദരൻ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് നീ വന്നാല് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പെണ്ണ് വളരെയധികം ആകാംക്ഷയോടെ കടന്നു ചെല്ലുകയാണ്. കടന്നു ചെല്ലുമ്പോ എവിടെയാണെന്നറിയില്ല, ഇവിടെ സുന്ദരനായ ഈ പ്രൊഫൈൽ പിക്ചർ കണ്ടിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. പക്ഷെ ഈ പ്രൊഫൈൽ പിക്ചറിലുള്ള മുഖമൊന്നും ഇവിടെ എവിടെയും കാണുന്നില്ല. മൊബൈൽ വിളിച്ചു, അപ്പൊ ഒരാൾ മുന്നിൽ വന്ന് നിൽക്കുന്നു. നോക്കുമ്പോ പട് കളവന്. സുബ്ഹാനല്ലാഹ്, ആ പെണ്ണ് ആകെ ഞെട്ടിത്തരിച്ചു പോയി. ഇത്തരം അവസ്ഥയിലേക്കാണ് നമ്മുടെ ഓരോ മക്കളും കടന്നു ചെല്ലുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സാറ് സൈറ്റടിച്ചപ്പോ ഭാര്യൻ സൈറ്റടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. താമസിയാതെ തന്റെ ഭാര്യയെ സാറ് അവിടുന്ന് പൊക്കിക്കൊണ്ടു പോവുകയാണ്. പിന്നെ ഓരവിടുന്ന് പോയി, പിന്നെ അവിടെ ഇല്ല. വാസിയാകാൻ പിന്നെ വിളിയുണ്ട്. ഇവിടെ വിളിക്കുമ്പോ ഇവിടെ ബിസിയാക്കുന്നു. രാവിലെ വിളിക്കുമ്പോ എടുക്കാറുള്ള ഈ സഹോദരി സന്തോഷത്തിന്റെ വാക്കുകൾ പറയുന്ന എന്റെ ഭാര്യക്ക് എന്തേ പറ്റിപ്പോയത്? ബിസിയാണ്. അവള് കട്ട് ചെയ്യുന്ന ഫോണ്. താമസിയാതെ നാട്ടിലേക്ക് കടന്നു വരികയാണ്. ചോര നീരാക്കിയ പ്രവാസി കടന്നു വന്നിട്ട് നോക്കുമ്പോ ഭാര്യയെ കാണാനില്ല. ഉമ്മ വരികയാണ്. മോള് ഓടി ഓടി കരഞ്ഞുകൊണ്ട് വാപ്പച്ചി എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. ഇവിടെ തെരഞ്ഞു നടക്കുകയാണ്. ഭാര്യയെ എവിടെയും കാണാനില്ല. ഈ ഭാര്യയും ഈ സാറും എന്താണെന്നറിയണോ? മൈസൂരിന്റെ തെരുവോരങ്ങളിലൂടെ, ബാംഗ്ലൂരിന്റെ തെരുവോരങ്ങളിലൂടെ കറങ്ങി നടന്നതാ. തിരുവനന്തപുരത്തിന്റെ ആ പട്ടണത്തിലൂടെ കറങ്ങി നടന്നതാ. ഒരുപാട് പണമില്ലേ, ഒരുപാട് പണ്ടമില്ലേ, അതെല്ലാം എടുത്തിട്ട് ഡൽഹിയുടെ ബോംബെയുടെ തെരുവോരങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് സാരതയാ. പണം കഴിഞ്ഞപ്പോ തന്റെ കൂട്ടുകാരെ തന്റെ അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന മറ്റുള്ളവന്റെ ഭാര്യയോട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട്, കിടപ്പ പങ്കിടാൻ വേണ്ടിയിട്ട് മറ്റുള്ള സഹോദരൻ വിളിച്ചുകൊണ്ടുവരികയാണ്. ഇവന് കാശ് വാങ്ങുകയും. സുബ്ഹാനല്ലാഹ്, ഈ കേരളക്കരയിലാണ് സംഭവിച്ചത്. എന്നാൽ ഈ പെണ്ണിനെ സഹിക്കാൻ വയ്യാതെ പെണ്ണവിടുന്ന് മരിക്കുകയാണ്. പെണ്ണ് ആത്മഹത്യ ചെയ്യുകയാണ്. അങ്ങനെ പത്രത്തിലൂടെ മാധ്യമത്തിലൂടെ തെരഞ്ഞു നടന്ന ഭർത്താവിന് എവിടെയോ ദേഹമുണ്ട്, ഒരു മൃതദേഹം ഡൽഹിയിലുണ്ടെന്ന് പറഞ്ഞത് കേട്ടിട്ട് ഡൽഹിയിലേക്ക് വണ്ടി കയറിയ ഈ ഭർത്താവ് ചെന്ന് നോക്കുമ്പോൾ ജീവിതത്തില് സന്തോഷം നൽകിയ ഭാര്യയാണ്, ജീവിതത്തിൽ സന്തോഷം നൽകിയ തന്റെ പ്രിയതമയാണ്. എത്രയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എട്ടും പൊട്ടും ചെയ്യാത്ത കുഞ്ഞുമാക്കിയത് എന്നറിയാനാ ഭാര്യ പറയായിരുന്നു. എന്റെ സന്തോഷങ്ങൾ എന്റെ ഭാര്യയോട് പറയാറുണ്ട്, ഭാര്യയുടെ സന്തോഷങ്ങൾ എന്നോട് പറയാറുണ്ട്. പക്ഷേ എന്റെ സ്നേഹനിധിയായ ഭാര്യ, ആ ഭാര്യക്ക് എന്ത് സംഭവിച്ചു പോയി? എന്റെ ഭാര്യക്ക് എന്ത് സംഭവിച്ചു പോയി? എന്നത്തെ അവസ്ഥയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് എന്റെ പെങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാഹു കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം, സുജാവ് കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരിക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ. കുറച്ച് തേൻ കുപ്പികൾ നിങ്ങളുടെ അടുക്കിലേക്ക് പ്രവർത്തകർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നുകൊണ്ട് വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കിലേക്ക് പ്രവർത്തകർ എത്തിക്കും. വാങ്ങാൻ കഴിയുന്നവർ ഇവിടെ വന്ന് വാങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. കുറച്ച് തേൻ കുപ്പി ഉള്ളൂ.
ചില്ലറ കുപ്പിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുപ്പി ഇൻഷാ അല്ലാഹ് 500 രൂപ. അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച് നല്ലൊരു മാസമാണ് നമ്മൾ. 500 രൂപ അടച്ചോനെ എനിക്ക് കഴിയില്ല. പെരുന്നാൾ വന്നാല് നമുക്ക് 6000 7000 ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കാം. ഇത് അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചാണ്. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരണ്ടേ? അള്ളാഹു പുറത്തു തരട്ടെ. നമ്മുടെ നാളേക്ക് വേണ്ടി പരലോകത്തേക്ക് ബറസിയായ ജീവിതത്തിലേക്ക് വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ട ഇത്ര അധികം ഒരുപാട് സഹോദരന്മാരുണ്ട്. നന്മയുടെ മനസ്സുള്ള ആളുകൾ ഇൻഷാ അല്ലാഹ് ഇത് 500 രൂപ എന്റെ പ്രിയപ്പെട്ട സംഘാടകർക്ക് നൽകിയിട്ടത് സ്വീകരിക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു കുപ്പി ഇൻഷാ അല്ലാഹ്. ആരാണ് സ്റ്റേജിലേക്ക് കടന്നു വന്നോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ആര് ഏറ്റെടുക്കുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു സഹോദരൻ ഇൻഷാ അല്ലാഹ് ഇതിലേക്ക് സംഭാവന അർപ്പിച്ചിട്ടുണ്ട് 500 രൂപ. ഒരു കുപ്പിത്തേൻ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അടുക്കിലേക്ക് സംഘാടകര് അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനമായിട്ട് വാങ്ങിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഇവിടെ എല്ലാവരും ഇത് ഏറ്റെടുക്കണം. ആ സംഘാടകർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിട്ട് കുറച്ച് ഇൻഷാ അല്ലാഹ് ഇപ്പൊ തന്നെ കൊടുത്തേക്ക്. ആ പെങ്ങന്മാരുടെ ഭാഗത്തേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവർക്ക് നൽകുക. നമ്മുടെ കുഞ്ഞു മക്കള്, നമ്മുടെ സന്താനങ്ങള്, അവരുടെ ബുദ്ധി വൈഭവത്തിന് ഇത് നല്ലൊരു മരുന്നാണ്. നമുക്കറിയാം, തേനെ കുറിച്ചിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഔഷധമാണ്, നമുക്കറിയാമല്ലോ. അതുകൊണ്ട് എല്ലാവരും സ്വീകരിക്കുക. ആരും തന്നെ പോകരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയോടുകൂടി ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട കൊടപ്പനക്കൽ തറവാടിന്റെ പൂജ മഹാനായ ഹാരിസ് അലി ശിഹാബ് തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിലേക്ക് കടന്നവരും ഇൻഷാ അല്ലാഹ് തങ്ങളുടെ ദുആ ഇവിടെ ഉണ്ടാകും, നസീഹത്തും ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും മടങ്ങാൻ പാടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ സംഭാവന അല്ലാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത ഹൃദയത്തിലേക്ക് കൊണ്ടുവരലെയാണ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്റെ പ്രിയമുള്ള ഓരോ പെങ്ങളും ചിന്തിക്കേണ്ടത് മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ ഉണ്ടായിരുന്നു മക്കത്ത്. ആ മക്കയിലെ ഒരു രാജകുമാരിയായ ഒരു സുന്ദരിയായിരുന്ന പെണ്ണുണ്ടായിരുന്നു. ഈ പെണ്ണ് ആ കണ്ണാടിയുടെ അടുക്കൽ ചെല്ലും. നമ്മുടെ മക്കൾക്കറിയാം, നമ്മുടെ ഓരോ പെങ്ങന്മാരിന്ന് കണ്ണാടിയുടെ മുന്നിലേക്ക് ചെല്ലും. ഭയങ്കര സൗന്ദര്യമുണ്ട്, ഞാൻ നല്ല സൗന്ദര്യമുള്ളവരാണെന്ന് നമ്മളൊക്കെ അഹങ്കരിക്കും. നമ്മളൊക്കെ അല്ലാതെ നമ്മളൊക്കെ ഒന്ന് പൊക്കിയൊക്കെ നമ്മൾ പറയും. അങ്ങനെ ഈ പെണ്ണ് കണ്ണാടിയുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. എനിക്ക് സൗന്ദര്യമുണ്ടല്ലോ, അത്യാവശ്യം എനിക്ക് സൗന്ദര്യമുണ്ടല്ലോ. എന്നിട്ട് ഭർത്താവിനെ വിളിച്ചിട്ട് ഭർത്താവിനോട് പറയുന്നു, എന്തേ ഭർത്താവേ, ഈ പ്രദേശത്ത് ആരുടെ മുന്നിൽ ചെന്നാലും എല്ലാവരും എന്നോടൊപ്പം ഇങ്ങോട്ട് പോരും, എന്റെ ചതിയിൽ വീഴുമെന്ന് ആ പെണ്ണവിടുന്ന് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, ഇല്ല, ഒരാള് നിന്റെ ചതിയിൽ വീഴില്ല, ഒരാള് നിന്റെ ചതിയിൽ വീഴില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കേണ്ടത് ഉബൈദിന്റെ ചതിയിൽ വീഴില്ല. ഉബൈദ് ഇബ്നു ഉമൈറിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഭർത്താവിന്റെ സമ്മതത്തോടുകൂടി അവിടുന്ന് മസ്ജിദുൽ ഹറമിൽ നിൽക്കുന്ന സ്വഹാബിയുടെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. സുന്ദരിയായ പെണ്ണ് എന്നിട്ട് ചെല്ലുകയാണ്. മസ്അലകൾ ഇങ്ങനെ ചോദിക്കുകയാണ്. നല്ല രീതിയിലാണ് ഈ പെണ്ണ് ചെന്നത്. ഇവള് തന്റെ വേനയൊന്നും കാണിച്ചില്ല, മുഖമൊന്നും കാണിച്ചില്ല. നല്ലൊരു മക്കന, നല്ലൊരു ഹിജാബ് അത് ധരിച്ചു. അറിയാം, ഉസ്താദുമാരെ കണ്ട നമ്മൾ വേഗം തട്ടും. കാരണം ഈമാനുള്ളവരാണെന്ന് അറിയിക്കാൻ. ഈമാനില്ലാത്ത ആളുകളാണ്. നിങ്ങളെ പറ്റിയിട്ടല്ല കേട്ടോ പറഞ്ഞത്, എന്റെ പങ്ങന്മാരെ പറ്റിയിട്ടല്ല ഞാൻ പറഞ്ഞത്. ഈമാനുള്ള ആളുകൾ, ഉസ്താദുമാരെ അല്ലെങ്കിൽ ഒരു പെണ്ണിനൊക്കെ കണ്ടാൽ നമ്മൾ വേഗം തട്ടം വിടും. ഈ പെണ്ണ് ഈ തട്ടമൊക്കെ ഇട്ടിട്ട് നല്ല ഹിജാബൊക്കെ ഇട്ടിട്ട് ഈ പെണ്ണ് മുന്നിലേക്ക് ചെല്ലുന്നു. ഈ പെണ്ണ് ചെന്നിട്ട് നല്ല ഹിജാബൊക്കെ ഇട്ട് നല്ല മക്കനെയൊക്കെ ഇട്ട്, കാരണം ഇവരുടെ അടുക്കിലേക്ക് ഇങ്ങനെ മുഖമൊക്കെ കാണിച്ചു തന്നാൽ അവര് നോക്കില്ലല്ലോ. അതുകൊണ്ട് നല്ല ഹിജാബ് ഇട്ടിട്ട് പെണ്ണ് കടന്നു ചെല്ലുകയാണ്. ആരുടെ അടുക്കലേക്കാണ്? സിതാവിന് വേണ്ടിയിട്ട് അല്ലാഹുവിനെ
എനിക്ക് നിങ്ങളോട് വല്ലാത്ത പ്രേമമാണ്, നിങ്ങളോട് വല്ലാത്ത സ്നേഹമാണ്. സ്വഹാബി പറയുന്ന ഇല്ല പെണ്ണേ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകിയാൽ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകിയാൽ ഇന്നലെ നിന്നിലേക്ക് ഞാൻ മടങ്ങ, നിന്നോടൊപ്പം ഞാൻ ചേരാമെന്ന് സ്വഹാബി ഒന്ന് പറയുകയാണ്. പെണ്ണ് പറഞ്ഞു, സ്വഹാബി എന്തായാലും ഒന്ന് പറയൂ, എനിക്ക് നേരമില്ല, എനിക്ക് സമയമില്ല, നിങ്ങളോടൊപ്പം ചേരലാണ് എന്റെ ആഗ്രഹം, നിങ്ങളോടൊപ്പമാണ് എന്റെ ബന്ധപ്പെടലാണ് എന്റെ ആഗ്രഹമെന്ന് സുന്ദരിയായ പെണ്ണവളെന്ന് കടന്നു വന്നുകൊണ്ട് പറയുമ്പോ സ്വഹാബി ചോദിക്കുകയാണ്, പെണ്ണേ, നാളെ നിന്റെ സന്നിധിയിലേക്ക് മലക്കുൽ മൗത്ത് അസ്റായീൽ കടന്നു വന്നുകൊണ്ട് നിന്റെ റൂഹ് പിടിക്കുന്ന സമയം നിനക്ക് ഈ ആഗ്രഹം നിനക്ക് നിർവഹിക്കണോ? നീ ഈ ആഗ്രഹം ആഗ്രഹിക്കുന്നുണ്ടോ? നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പെണ്ണ് പറയുന്നു, ഇല്ല 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 ഇല്ല. സ്വഹാബി പിന്നെയും ചോദിച്ചു, പെണ്ണേ, നീ നാളെ പറസികയായ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ, ഖബറിന്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ, നാളെ മുൻകറബീർ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ചോദ്യം ചോദിക്കുന്ന സമയമില്ലേ, ഖബറെടുക്കുന്ന സമയമില്ലേ, പെണ്ണേ, നിനക്ക് ആ സമയം നിന്റെ ആഗ്രഹം പൂവണിയണോ? പെണ്ണ് പറയുന്ന ഇല്ല ഇല്ല ഇല്ല, വേണ്ട, എനിക്ക് വേണ്ട. സ്വഹാബി പിന്നെയും ചോദിച്ചു, എന്തേ ചോദിച്ചത്? നിനക്ക് അല്ലാഹുവിന്റെ ദർബാറില് സിതാവിന്റെ കോടതിയില് നന്മയും തിന്മയും തൂക്കുന്ന തുലാസിനരികെ അല്ലാഹുവിന്റെ കോടതിയില് സൂര്യന് ഒരു ചാൽ മുകളെ കത്തിച്ചൊലിക്കുമ്പോൾ ഉയർത്തൊലിക്കുന്ന മത്സര, താഴ്ചയില്ലാത്ത മത്സര, ഉയർച്ചയില്ലാത്ത മത്സര, ആ മത്സര മൻസഭയിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ സന്നിധിയില് നന്മ ചെയ്തവന് സ്വർഗമാണ്, ചിന്ത ചെയ്തവന് നരകമാണ്. അവിടെ നിനക്ക് നിന്റെ ആഗ്രഹം പൂവണിയണോ? എന്ന് പറഞ്ഞു, വേണ്ട, എനിക്ക് പൂവണിയണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എന്നിട്ട് ആ പെണ്ണിനോട് ദൈവവിടുന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യം എന്താ? അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇതാണ് നമ്മുടെ കൽബിലേക്കും കൊണ്ടുവരേണ്ടത്. ഈ പെണ്ണ് തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഭർത്താവ് ചോദിച്ചു, ഉബൈദ് കണ്ട് ചതിയിൽ വീണോ? ഇല്ല, ഉബൈദ് വീണില്ല, സ്വഹാബി വീണില്ല. എത്ര നല്ലവരാണ്, എത്ര നല്ലവരാണ്. പിന്നെ ഓരോ പകലുകളും അവർ നോമ്പനുഷ്ഠിക്കുകയും ഓരോ രാവുകളും നിസ്കാരത്തിലൂടെ സൽറ്റാംഗത്തിലൂടെ അല്ലാഹുവിലേക്ക് മടങ്ങുകയാണ്. ഇവിടെ എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാര് പറയുകയാണ്, ഈ പെണ്ണിന്റെ ഭർത്താവ് പറയുന്നതായിട്ട് എന്തേ ഭർത്താവ് പറയുന്ന ഈ പെണ്ണ് എപ്പോഴും ആരാധനയാണ്, എനിക്ക് പോലും എനിക്ക് പോലും ഒന്ന് ലഭിക്കുന്നില്ല എന്ന് ആ സഹോദരൻ പറയുന്നതായിട്ട് പണ്ഡിതന്മാര് പറയുന്നു. കൊണ്ടെന്റെ പ്രിയപ്പെട്ടവരെ, യുവാക്കള്, യുവതികള് എല്ലാവരും നേരാവണ്ണം അല്ലാഹുവിന് വേണ്ടിയിട്ട്, സിതാവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇത് ചെയ്യുമ്പോഴും അല്ലാഹുവേ, നീ കാണുന്നുണ്ടല്ലോ, റബ്ബേ, ഇത് കാണുന്നില്ലേ, അല്ലാഹു കാണുന്നില്ലേ? അല്ലാഹുവേ, ഞാൻ ചെയ്തു പോയ പാപങ്ങൾ ഞാനിനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് എന്റെ പെങ്ങളെ സങ്കടപ്പെടണ്ട. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ, എന്താ ദിശയുടെ യാമങ്ങളിൽ ഒന്ന് എഴുന്നേറ്റിട്ട് സുബഹിക്ക് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് കുറച്ചൊരു അരമണിക്കൂർ, എന്റെ പെങ്ങൾ, വെറും ഒരു അരമണിക്കൂർ മുമ്പ് നിങ്ങളൊന്ന് എഴുന്നേൽക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എഴുന്നേൽക്കുക. അത് എവിടെ നമുക്ക് സുബഹിയില്ലല്ലോ, ഇനി എങ്ങനെ സുബഹിക്കിന്റെ മുമ്പ് നമ്മൾ എഴുന്നേൽക്കുക? സുബഹി നമുക്കുന്നില്ല, കാണിയാരും മുക്കരെയും നിസ്കരിക്കേണ്ടി വരും ജമാഅത്തായിട്ട്. ഹെഗ്ലോക്ക് നോക്കുമ്പോ ആരും ഉണ്ടാകില്ല. ഇങ്ങനെ ഓരോരുത്തരും ഓരോ ആളുകളും ഇങ്ങനെ മുന്നോട്ട് കടന്നു ചെല്ലുകയാണ്. എന്റെ വാക്കുകളെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവர்கள் യുവതിയിലേക്ക് കടന്നു വരുന്നുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളവർക്ക് ആയുസ്സുമാർക്ക് മാഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആരോഗ്യം നിലനിർത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ദീനീ ദഅവത്തിന് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ്സുമാർക്ക് മാഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് സുബഹിയുടെ മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ എഴുന്നേൽക്കുക. സിറ്റാബിനോട് നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് കരങ്ങൾ നീട്ടിയാൽ അല്ലാഹു മാറ്റി തരുന്നതാണ്. പിന്നെ വേവലാദികൾ നമുക്ക് വേണ്ട, വിഷമങ്ങൾ നമുക്ക് വേണ്ട. ഓരോ മതപ്രഭാഷണ പരിപാടിയിലേക്ക് കടന്നു ചെല്ലുമ്പോഴോ ഓരോ ഉമ്മമാരും പറയാറുണ്ട്, ഉസ്താദേ നിങ്ങൾ ദുആ ഇറക്കണോ, കുടുംബത്തിൽ ബർക്കത്തില്ല, കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കമാണ്, രോഗമാണ്, ഉസ്താദേ നിങ്ങൾ ദുആ ഇറക്കണോ. പെണ്ണേ, അല്ലാഹുവിനോട് നീ ഒന്ന് ദുആ ചെയ്താൽ അല്ലാഹു മാറ്റി തരുന്നതാണ്. അതല്ലേ അല്ലാഹു പറഞ്ഞത്, ദുആനി ഫസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ദുആനി ഫസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അവന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. റജബ് കഴിഞ്ഞു, ശഅബാന്റെ രാപ്പകലുകളിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തരീക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് റജബ്, ശഅബാൻ ഇതെല്ലാം നമ്മൾ നിന്ന് റജബ് വിട പറഞ്ഞു. ശഅബാനിന്റെ രാപ്പകലുകളിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അതുമനി വിട പറയുന്നു. റമദാനം കടന്നു വരാറുണ്ട്. അതുകൊണ്ട് ആരാധനയിലൂടെ അല്ലാഹുവിലേക്ക് നമ്മൾ മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരട്ടെ. നമുക്കറിയാം, പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോഴും കഴിഞ്ഞ റജബിലുണ്ടായിരുന്ന ആളുകൾ ഈ റജബിലില്ല, കഴിഞ്ഞ ശഅബാനിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ ശഅബാനിലില്ല, കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ റമദാനിലില്ല. ഇനി പറയാൻ പറ്റുമോ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ പുണ്യവസന്തത്തിലേക്ക് നമ്മൾ എത്തുമോ എന്ന് പറയാൻ പറ്റില്ല. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഫാത്തിമ ബീവിയെ തന്റെ സന്നിധിയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വിളിക്കുകയാണ്. മകളെ ഫാത്തിമ, കരളിന്റെ കഷ്ടമായ ഫാത്തിമ, കണ്ണിന്റെ കൃഷ്ണമണിയായ ഫാത്തിമാനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മോളെ ഫാത്തിമ, ഈ മാസം ഏതാണെന്നറിയണോ? സയ്യിദ് ശുഹൂർ, ഇത് മാസങ്ങളുടെ നേതാവാണ് ഫാത്തിമ, ഇത് മാസങ്ങളുടെ നേതാവാണ് ഫാത്തിമ. ഇതിൽ വ്രതമനുഷ്ഠിച്ചാൽ അല്ലാഹുവിന് വേണ്ടിയിട്ട് വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ചാൽ ഉടമ അടിമയുടെ വിശപ്പറിയുന്ന മാസമാണ് ഫാത്തിമ. പണക്കാര് പാവപ്പെട്ടവന്റെ വിശപ്പറിയുന്ന മാസമാണ് ഫാത്തിമ. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ആരെങ്കിലും വ്രതമനുഷ്ഠിച്ചാൽ നാളെ സ്വർഗത്തിന്റെ ആരാമത്തില് റയ്യാൻ എന്ന് പറയുന്ന ഒരു കവാടം നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ആ റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ പ്രവേശിക്കുക. കണ്ണിന്റെ കൃഷ്ണമണിയായ കരളിന്റെ കഷ്ടമായ ഫാത്തിമ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, നബിയേ, ആ റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ വ്രതമനുഷ്ഠിക്കാത്ത ആളുകളും കടന്നു പോകുമോ? സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത ആളുകളും ആ റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ കടന്നു പോകുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇല്ല ഫാത്തിമ. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ, ആ റമദാനിലെ സുഹൃതങ്ങൾ അല്ലാഹുവിന് വേണ്ടിയിട്ട് പട്ടിണി കിടന്ന ആളുകള് അവര് എന്ന് പറയുന്ന കവാടത്തിലൂടെ സ്വർഗത്തിന്റെ മലർവാടിയിലേക്ക് കടന്നു ചെല്ലുമെന്ന് സാദിഖേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? നോമ്പെന്ന ആരാധന അതെനിക്കുള്ള ആരാധനയാണ്. അതിനുള്ള പ്രതിഫലം നൽകുന്നത് ഞാനാണ് എന്ന് രാജാതിരാജനായ തമ്പുരാന് നമ്മളോട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ആർഭാടത്തിന് വേണ്ടിയിട്ടല്ല, ഒരുപാട് ഭക്ഷണങ്ങൾ പാചകം ചെയ്തിട്ട് നമ്മൾ ഒരുപാട്
മാസമാണ്. പുണ്യമീ വാസനം പൂക്കും മകൾ ഗുണ പുണ്യങ്ങളെല്ലാം തളിർത്ത സൗഗന്ധിക പുലരിയിൽ തൊട്ടു പ്രദോഷം വരെ നല്ല പുണ്യമാം നോമ്പിൽ വിശേഷങ്ങളല്ലയോ. കാരുണ്യമേകുന്ന 10 ദിനങ്ങളോ പാപം പൊറുക്കുന്ന 10 ദിനങ്ങളോ സ്വർഗീയ ലോകപ്രവേശനം നൽകുന്ന അവസാന 10 നോമ്പിന് സുഗന്ധമോ. പുത്തുനബി തൻ മുസല്ലയിൽ നാഥന്റെ മുമ്പിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ചോദിച്ചു പ്രാർത്ഥിച്ച റമളാൻ നാമിനെ യാമസൗരഭ്യം വിടർത്തോ വസന്തമേ. പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാൻ നമ്മളിലേക്ക് സമാഗതമാകാനിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പുണ്യനെ റജബ് അത് അല്ലാഹുവിന്റെ മാസമാണ്. ശഅബാൻ അതെന്റെ മാസമാണ്. റമളാൻ അതെന്റെ ഉമ്മത്തിന്റെ മാസമാണെന്ന് ഷഫീഉൽ വറാ ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ അത് നമ്മുടെ വ്രതത്തോടു കൂടി സകാത്ത് നൽകിയിട്ട് എല്ലാ ആളുകളോടും നല്ല രീതിയിൽ പെരുമാറിയിട്ട് കഴിഞ്ഞു പോയ പാപങ്ങൾ നിറഞ്ഞ കറുത്തിരണ്ട ഹൃദയങ്ങളെ എടുത്തിട്ട് നമുക്ക് പാപമുക്തി നേടിക്കൊണ്ട് നമുക്ക് മടങ്ങാം സിതാവിന്റെ ആരാമത്തിലേക്ക്, സിതാവിന്റെ അടുക്കലേക്ക്, അല്ലാഹുവിന്റെ അടുക്കലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. റബ്ബുൽ ഇസ്സത്ത് പാപങ്ങളെല്ലാം പൊറുത്തു നൽകട്ടെ. നല്ല മാസങ്ങൾ കടന്നു വരുമ്പോ സമയങ്ങൾ വെറുതെ നമ്മൾ ചെലവഴിക്കാതെ റമളാൻ കടന്നു വരുമ്പോ വിശുദ്ധ ഖുർആനൊക്കെ ഒന്ന് എടുത്തിട്ട് പാരായണം ചെയ്യാം. അതിനുള്ളത് മുന്നൊരുക്കാം. നമുക്ക് വേണ്ടതില്ലേ, അത് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും അല്ലാഹുവിനെ കുറിച്ചിട്ട് സിതാവിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത കൽബിലേക്ക് കൊണ്ടുവരിക. റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ ചരിത്രം പറഞ്ഞിട്ടുണ്ട് വാക്കുകൾ അവസാനിപ്പിക്കാം. നമ്മളിങ്ങനെയും റമളാൻ വരും, നമ്മള് റമളാനിലൊരു നെവർ മൈൻഡ് ആക്കിയിട്ട് നമ്മൾ വിടും. അത് തന്നെയാണ് നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ നമ്മൾ പാചകം ചെയ്യും. വെറുതെ നമ്മൾ പാചകം ചെയ്യുന്നു. അത് മൊത്തം വാരി വലിച്ചു കയറ്റുന്നു. അതല്ല നമുക്ക് വേണ്ടത്. ആഭാടമല്ല, ആഭാസമല്ല. പട്ടിണി കിടക്കുന്ന ഫാത്തിമത്ത് സുഹറ വീടിന്റെ ഉള്ളിൽ നിന്ന് തന്റെ 2 മക്കളാണ് ഹസൻ ഹുസൈൻ. തൊട്ടിയിൽ നിന്ന് പൊട്ടിക്കരയുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ താരാട്ട് പാട്ട് പാടിക്കൊടുക്കേണ്ടതുണ്ട് ഫാത്തിമത്ത് സുഹറക്ക്. എന്നാലോ ഫാത്തിമ ബീവി എവിടുന്ന് എഴുന്നേൽക്കുകയാണ്. രാവിലെ എഴുന്നേറ്റിട്ട് വേണം, മാവ് ആട്ടിയിട്ട് വേണം, മാവ് കുഴച്ചിട്ട് വേണം, പത്തിരി ഉണ്ടാക്കിയിട്ട് പത്തിരിയുമായിട്ട് പട്ടണത്തിലേക്ക് അലിയാറ് തങ്ങൾ കടന്നു ചെന്നിട്ട് 1 ദിർഹമോ 2 ദിർഹമോ വാങ്ങിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനിങ്ങനെ ബിലാൽ റളിയല്ലാഹു തആല ഇങ്ങനെ വീടിന്റെ സന്നിധിയിലൂടെ കടന്നു വരികയാണ്. ഫാത്തിമ ബീവിയുടെ വീട്ടിൽ നിന്ന് വല്ലാത്ത കരച്ചിൽ കേൾക്കുകയാണ്. പൊന്നുമക്കൾ കരയുകയാണ്. പെങ്ങളെ ശ്രദ്ധിച്ച പെങ്ങളെ, എന്റെ ഉമ്മ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ, എന്റെ ഉപ്പ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. പൊട്ടി പൊട്ടി കരയുകയാണ് കുഞ്ഞുമക്കള്. ബിലാൽ കടന്നു ചെന്നു. എന്താ അവസ്ഥ? കുഞ്ഞുമക്കള് തൊട്ടിലിൽ ഇട്ടിട്ടുണ്ട്. താരാട്ട് പാട്ട് പാടി കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെയാണല്ലോ. നമ്മൾ കുഞ്ഞുനാളില് നമ്മൾ കരഞ്ഞാൽ 3 മണി 2 മണിക്ക് എഴുന്നേറ്റിട്ട് തൊട്ടിലിട്ടിട്ട് താരാട്ട് പാട്ട് പാടിത്തരുന്ന മാതാവ്. ആ കുഞ്ഞുമോൾ ഉറങ്ങാതെ മാതാവ് ഉറങ്ങാറില്ല. കുഞ്ഞുമോൾ ഉറങ്ങാതെ മാതാവ് ഉറങ്ങാറില്ല. താരാട്ട് പാട്ട് പാടിക്കൊടുക്കുന്ന മാതാവ്. ആ മാതാവിനെ പോലെയാ ഫാത്തിമത്ത് സുഹറ. അവിടുന്ന് മാവും ആട്ടുന്നുണ്ട്. ശ്രദ്ധിക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ. തന്റെ കാലുണ്ടാകുന്ന തന്റെ തള്ള വിരല്
തന്റെ തള്ളവിരലും മറ്റ് തന്റെ അടുത്തുള്ള മറ്റു വിരലിനോട് ചേർത്ത് കൊണ്ടൊരു കയറ് കെട്ടുകയാണ്. ശ്രദ്ധിക്കേണ്ട പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു നോക്ക്. ഈ തള്ളവിരലിലേക്ക് കയറ് കെട്ടുകയാണ് ഫാത്തിമ ബീവി. ഈ കയറിന്റെ ഒരു അറ്റം 2 കുഞ്ഞു മക്കളുടെ ഈ തൊട്ടിലതാ കെട്ടുകയാണ്. ഫാത്തിമ ബീവിയുടെ കാലിലാണെങ്കിൽ കൈകൊണ്ട് മാവാട്ടുകയാണ്. കാല് കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് ചലിപ്പിക്കുകയാണ്. എന്നിട്ട് തൊട്ടിലിങ്ങനെ മെല്ലെ മെല്ലെ ആട്ടുകയാണ്. താരാട്ട് പാട്ട് പാടി കൊടുക്കുകയാണ്. അവരൊക്കെ ജീവിതം. പക്ഷെ നമ്മുടെ ജീവിതമൊക്കെ ഇല്ലാതെയായിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവിയോട് അലിയാരിതങ്ങൾ കടന്നു വരികയാണ്. അലിയാരിതങ്ങൾ ഫാത്തിമാനോട് പറഞ്ഞു, ഫാത്തിമ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? ഫാത്തിമ ബീവി ഇങ്ങനെ പണിയെടുത്തിട്ട് തന്റെ കൈവിരലുകളിൽ ഇങ്ങനെ കുമളകൾ ഉണ്ടാകാൻ തുടങ്ങി. ഒരുപാട് വേദനകൾ യാതനകൾ സഹിച്ച ഫാത്തിമ സഹറ റളിയല്ലാഹു തആല അൻഹ. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കൂ. ഫാത്തിമാന്റെ സന്നിധിയിലേക്ക് തന്റെ പ്രിയതമന് കടന്നു വന്നിട്ട് ഫാത്തിമാരോട് പറയുന്നത് ഒരേ ഒരു കാര്യമാ. എന്തേ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നിട്ട് ഒന്ന് പറഞ്ഞാ പോലെ. ഫാത്തിമ ബീവിയോട് പറയാണ്, അലിയാർ നിങ്ങൾ നിനക്കൊന്ന് പറഞ്ഞാ പോലെ. ഒരു അടിമയെ നിന്റെ ഉപ്പ തരില്ലേ? ഒരു അടിമയെ തരില്ലേ? തരാതിരിക്കുമോ? ഫാത്തിമ ബീവി അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. വല്ലാതെ മടിയുണ്ടായിരുന്നു ഫാത്തിമ ബീവിക്ക്. എന്നാൽ വാപ്പായുടെ അടുക്കലേക്ക് ചെന്നു. വാപ്പ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ചോദിച്ചു, എന്താ മോളെ? മോള് പറയുന്നു, വാപ്പായെ കാണാൻ വന്നതാണ്. അങ്ങനെ മോളും വാപ്പയും സംസാരിച്ചിരുന്നു. ഫാത്തിമ ബീവി തിരികെ തന്റെ അലിയാരിതങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അലിയാരിതങ്ങൾ വന്ന് ചോദിച്ചു, അല്ല ഫാത്തിമ, അടിമയൊന്നും കിട്ടിയില്ലേ? അപ്പൊ എന്ത് പറഞ്ഞു? ഫാത്തിമ ബീവി പറയുന്നു, എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ ചരിത്രം ഞാൻ ചുരുക്കട്ടെ. രാത്രിയുടെ യാമങ്ങളില്, നിശയുടെ യാമങ്ങളില് വീടിന്റെ മുമ്പാത്ത് വന്നുകൊണ്ട് അവിടുന്ന് വാതിൽ മുട്ടുകയാണ്. ആരാ അറിയില്ല, അള്ളാഹുവിന്റെ റസൂലാണ്. എന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുന്നു, ഫാത്തിമ ദുനിയാവിലെ സുഖത്തിന് വേണ്ടിയിട്ടല്ല ജീവിക്കേണ്ടത്, ആഖിറത്തിന് വേണ്ടിയിട്ടാണ് ക്ഷമിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹുവിനെ കുറിച്ച് ഓർക്കണേ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞതെന്താ? എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് നീ ചൊല്ലണമെന്ന് ഫാത്തിമ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് ഫാത്തിമ, നിന്റെ വേവലാദികൾക്ക് ഹസ്തമയം കുറിക്കുന്നതാണ്. നിന്റെ വിഷമങ്ങൾക്ക് അല്ലാഹു മാറ്റം തരുന്നതാണ്. രോഗങ്ങൾക്ക് അല്ലാഹു മാറ്റം തരുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, സിതാവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നല്ല മാസങ്ങളാണ്. ആ മാസങ്ങള് പരമാവധി നമ്മൾ ഉപകാരപ്പെടുത്തിക്കൊണ്ട്